ഹലോ മച്ചാന്മാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ 2026 മോഡലിൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ 2026 മോഡലെന്ന് എടുത്ത് പറയാനുള്ള കാര്യം 2026 മുമ്പുള്ള 2026-25 മുമ്പുള്ള കാലത്തൊക്കെ ഈ ഒരു ക്രോമിൽ പോയി ഇമെയിൽ ID കൊടുത്തിട്ടായിരുന്നു നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ അതൊന്നും ഇല്ല, നമുക്ക് യൂട്യൂബിൽ വെച്ച് തന്നെ 2026 മോഡലിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റും. അതെങ്ങനെയാണ് ഈ വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ വല്ല അഭിപ്രായങ്ങളുണ്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്താൽ മാക്സിമം ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബിലാണ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ എടുക്കുക. ചിലവർക്ക് മുകളിലായിരിക്കും പ്രൊഫൈൽ, ചിലപ്പോൾ താഴത്തായിരിക്കും പ്രൊഫൈൽ. എനിക്കിപ്പോൾ താഴത്താണ്, ഞാൻ താഴത്ത് പിടിച്ച് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ വ്യൂ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പിടിച്ചാണ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷനോട്ട് പോകും. എഡിറ്റ് ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എനിക്കിവിടെ എൻ്റെ ചാനൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ചാനൽ ഇല്ലാത്തവരാണെങ്കിൽ ക്രിയേറ്റ് ചാനൽ എന്നായിരിക്കും കാണിക്കണത്. ഇപ്പോൾ എഡിറ്റ് ചാനലിൽ പിടിച്ച് ക്ലിക്ക് ചെയ്താലും ക്രിയേറ്റ് ചാനലിൽ പിടിച്ച് ക്ലിക്ക് ചെയ്താലും വരുന്ന കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും. നെയിം, ഹാൻഡിൽ, ചാനൽ URL, പിന്നെ ഡിസ്ക്രിപ്ഷൻ, മൈ കമ്മ്യൂണിറ്റി, പ്രൈവസി, അതൊക്കെ സെയിം ആയിരിക്കും. ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് നെയിമിന് ടൈപ്പ് കൊടുക്കാം, ഹാൻഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നെയിമിനൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഹാൻഡിലായിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ, ആ വീഡിയോ ഷോർട്ട്സ് നിങ്ങളിപ്പോൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറോടൊപ്പം നിങ്ങളുടെ ഹാൻഡിലായിരിക്കും കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം @അപ്പുസക്കു H67 എന്ന് പറഞ്ഞ ഹാൻഡിലായിരിക്കും കിടക്കുന്നത്, നെയിം കിടക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഹാൻഡിലൊന്ന് നല്ല അട്രാക്റ്റീവായിട്ട് റെഡിയാക്കിയിട്ട് നെയിം റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം, മൈ കമ്മ്യൂണിറ്റി, പ്രൈവസി, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ പ്രൈവസിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മൈ കമ്മ്യൂണിറ്റി എടുത്ത് വെച്ചാൽ അധികം പേരുടെ അടുത്ത് നിന്നിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ ഹാൻഡിൽ റെഡിയാക്കി വെച്ചില്ല. ഹാൻഡിൽ റെഡിയാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ അതേമാതിരി തന്നെ ഈ ഒരു H67 അങ്ങനത്തെ കുറച്ച് നമ്പേഴ്സും ലെറ്ററൊക്കെ കൂടി ചേർത്ത് ഒന്ന് വെച്ച് കൊടുക്കണം. എന്നാലേ നമ്മുടെ ഹാൻഡിലും കണ്ടും റെഡിയാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനും പിടിച്ച് വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലിങ്കോ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഞാൻ ഒരു വീഡിയോ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രൈവസി ആക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാവരുടെ അടുത്തോട്ടേക്കും കാട്ടും എത്താം. അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ മുകളിൽ കാണാനായിട്ട് സാധിക്കും നമ്മുടെ പ്രൊഫൈൽ പിക്ചർ. അതേപോലെ തന്നെ പിക്ചറിൻ്റെ സൈഡിലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രൊഫൈൽ പിക്ചർ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. കുറേ ഫോട്ടോസും കണ്ടൊക്കെ ഉണ്ട്. നിങ്ങളൊരു ഫോട്ടോ കണ്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ അതിന് ചേർന്നൊരു ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ അതിൻ്റെ ചാനലിലെ പ്രൊഫൈൽ പിക്ചറിൽ എന്തെങ്കിലും ഒരു നെയിമോ എല്ലാം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി നിങ്ങൾ സൈഡിലോട്ടൊക്കെ മുട്ടിക്കാതെ സെൻറ്റർ ഭാഗത്തായിട്ടൊക്കെ വെച്ച് ഇത് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇരിക്കുന്ന ഫോട്ടോ ആണെങ്കിൽ നമ്മളിപ്പം പ്രൊഫൈൽ പിക്ചറാക്കുമ്പോൾ റൗണ്ട് ഷേപ്പായി മാറ്റും. അപ്പോൾ അത് ഞാൻ റൗണ്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കണ്ടോ ഇതേമാതിരി തന്നെ വരണം, സൈഡിലോട്ടേക്ക് ആക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ വേറൊരു പിക്ചറും കൂടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടേക്ക് എ ഫോട്ടോ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ടേക്ക് എ ഫോട്ടോ കൊടുത്തിട്ട് എൻ്റെ വരുന്നില്ല. അപ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. അപ്പോൾ എനിക്ക് അതിൻ്റെ സെറ്റിങ്സ് ഇപ്പോൾ ഓപ്പൺ ആക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിടിച്ച് ക്ലിക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാലറിയിൽ നിന്ന് അല്ലെങ്കിൽ ഫയൽ മാനേജറിൽ നിന്ന് പോയിട്ട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഫോട്ടോ കാര്യങ്ങളും എടുത്തിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ വീഡിയോസ് ആവശ്യം നമ്മുടെ ഫ്രണ്ട്സിന് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേമാതിരി തന്നെ നമ്മൾ ഈ യൂട്യൂബിനോട് ബന്ധപ്പെട്ട എങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്യാം വീഡിയോസ്, എങ്ങനെ നമുക്ക് തംബ്നെയിൽ ആഡ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ യൂട്യൂബ് ചാനൽ വെരിഫൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അടുത്തായിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അഭിപ്രായങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ, സീ യു.